അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഉച്ചക്ക് നമുക്ക് ഇന്ന് നല്ല രട്ടിപ്പൊളി ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്, പിന്നെ ചെമ്പാന കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മീൻ വാങ്ങാൻ പോയപ്പം ചെമ്പാന മാത്രം കണ്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ചരികൾ, ചെറിയ ചെറിയ മീനുകളൊക്കെ ഇനി കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ചെമ്പാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് വാങ്ങാൻ വിചാരിച്ച്. അപ്പോൾ ചെമ്മീൻ നമ്മളെ മീൻകാരന് ഒരു കവറിൽ കുറച്ചുള്ളതിന് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ച് ചെമ്മീൻ വേണോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെമ്മീൻ അതിന് ഇതിലില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞു ചെമ്മീനൊക്കെ ഉണ്ട്, അത് ആർക്കെങ്കിലും ഒരാൾക്കൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉള്ളിലേക്ക് വെച്ചതെന്നാണ്. അപ്പം ചെറുതാണോ വലുതാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നല്ല അടിപൊളി വലിയ ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ എന്നാൽ എനിക്ക് 100 റുപ്യക്ക് തന്നാളീന്ന് പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞ് നിങ്ങൾക്ക് ഒരാൾക്ക് തരാനുള്ളൂ, ആർക്കെങ്കിലും ഒരാൾക്ക് തരാനുള്ളൂ. അതുകൊണ്ട് ഈ 2 ആൾ 3 ആളൊക്കെ ഒന്നിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇതിങ്ങനെ കാണിക്കൂല, കുറച്ചുള്ള സാധനങ്ങളൊന്നും ഞാൻ കാണിക്കൂല. അപ്പം 2 പേരൊക്കെ വന്നാൽ എനിക്കും വേണം ചെമ്മീൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ 2 പേർക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഉള്ളിലേക്ക് വെച്ചതെന്ന് പറഞ്ഞ്. അപ്പം എന്നോട് പറഞ്ഞ് ഇത് നിങ്ങൾ എടുത്തോളി. അപ്പം ഞാൻ വിചാരിച്ചു കുറേ പൈസ ആവും വിചാരിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 100 റുപ്യക്ക് മതി എന്ന് പറഞ്ഞ്. നമുക്ക് നോക്കാം അത് എത്ര റുപ്യക്കാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ 130 റുപ്യൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടോ, നല്ലോണം ഉണ്ട് കേട്ടോ. 130 നല്ല ലാഭമാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വലിയ ചെമ്മീനും വലിയ തലക്കെ കേട്ടോ. അപ്പം ഞാൻ പോയി കണ്ട് നമ്മളെ മുന്നിലെ മാവുമല 2 മാങ്ങ ഉണ്ട് കേട്ടോ. നമ്മളെ കാക്കൻ്റെ പറമ്പിലെ മാങ്ങമല ഉണ്ടായതാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം പോയി ഒരു പച്ചമാങ്ങ അത് പറിച്ച് നമുക്കിന്ന് നല്ല അടിപൊളി ചെമ്മീൻ കറി വെക്കാൻ വിചാരിച്ച്. അപ്പം ചെമ്മീൻ കറിയൊക്കെ നമ്മൾ എപ്പോഴും 2-3 ദിവസം മുന്നേ നമ്മൾ വെങ്ങാലിയിൽ നിന്നും ചെമ്മീൻ കറി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് എപ്പോഴും ചെമ്മീൻ കറി ഇങ്ങനെ വെക്കുന്നത് എന്തിനാണ് കാണിക്കുന്നത്? നമ്മളെ വീട്ടിൽ എന്താ ഉണ്ടാക്കുന്നത് അത് നമ്മൾ കാണിക്കുന്നുള്ളൂ കേട്ടോ. എന്നും നമുക്ക് ചെമ്മീൻ തന്നെ കിട്ടിയ ചെമ്മീൻ ആ കറി തന്നെയല്ലേ ഇപ്പോൾ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ ചെമ്മീനൊക്കെ ഞാൻ മുറിച്ച് വലിയ തലക്കെ നമ്മൾ മാറ്റി വെച്ച് അതിലുള്ള ചെറിയ ചെമ്മീനൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് പിന്നെ വലിയ ചെമ്മീനൊക്കെ ഞാൻ മസാല പുരട്ടി വെച്ചിട്ടാണ്. അപ്പം ഞാൻ അത് ഇന്ന് ചെമ്മീൻ പൊരിക്കൂല കേട്ടോ, നാളെ പൊരിക്കുള്ളൂ. നാളെ നമ്മളെ ഉമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഉമ്മക്ക് നല്ല ഇഷ്ടമുണ്ട് ചെമ്മീനൊക്കെ. അപ്പോൾ ഇന്ന് നമ്മളിതാ ഈ ചെമ്പാനാണ് കേട്ടോ പൊരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നല്ലോണം മസാലയൊക്കെ പെറ്റിയുടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. വലിയ തലയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൊയ ഉണ്ടാവും ചെമ്മീൻ കറിക്ക്. അപ്പം ആ തല കിട്ടണിടത്തോളം തലയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തലയൊക്കെ നമ്മളെ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെമ്മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെമ്മീനിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 പച്ചമുളക് കേട്ടോ. പച്ചമുളക് എന്ന് പറയാൻ പറ്റില്ല, പകുത്ത മുളകായിട്ടുണ്ട് കേട്ടോ. എല്ലാ മുളകും ഈ ചൂടുകൊണ്ട് പകുത്തിട്ടുണ്ട്. അപ്പം അതും പിന്നെ നമ്മളെ മാങ്ങ ഉണ്ട് കേട്ടോ, അത് ലാസ്റ്റ് ഇട്ടിട്ടുള്ളൂ. അപ്പം അതിലേക്ക് നമ്മളിതാ 1 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണില്ല കേട്ടോ, ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 2 സ്പൂണ് മുളകും പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ ചെമ്മീൻ മസാല പുരട്ടിയൊരു പാത്രം ഉണ്ടല്ലോ, അതും അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് നമ്മളിതാ ചെമ്മീക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം തിളച്ച് വരട്ടെ. അപ്പോൾ ചെമ്മീനൊക്കെ വെന്ത ശേഷമാണ് കേട്ടോ നമ്മൾ മാങ്ങ ഒക്കെ ഇടുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ മാങ്ങ ഇട്ടാൽ നമ്മളെ മാങ്ങയൊക്കെ ഉടഞ്ഞ് പോകും. പിന്നെ നമുക്കത് ചോറിനൊക്കെ കൂട്ടുമ്പോൾ മാങ്ങയൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല രസമാണല്ലോ, അതിനൊന്നും കിട്ടൂല കേട്ടോ. നമ്മൾ ചില മാങ്ങ ഒന്നും അങ്ങനെ ഉടഞ്ഞു പോകില്ല, ചില മാങ്ങകളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഉടഞ്ഞു പോകും. അപ്പം ഞാനിതാ ചെമ്മീനൊക്കെ വെന്തേശം മാങ്ങട്ട് ഒന്ന് തിളച്ച പാടന്നെ നമ്മളെ തേങ്ങ അരച്ച് പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഇപ്പം നമ്മളെ കുടുംബക്കാരൊക്കെ ഇപ്പം ഏകദേശം ഫുള്ള് ആൾക്കാർക്കൊക്കെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആദ്യമൊന്നും ആർക്കും അറിയില്ല കേട്ടോ. അപ്പം ഇന്നലെ നമ്മൾ ഈ ഇത് ഉണ്ടാക്കിയില്ലേ, എന്താ പറയല്, ദോശൻ്റെ മാവൊക്കെ ഇങ്ങനെ ചിന്തിയിലേനോ, അതൊക്കെ ഒരു കൂട്ടർ നമ്മളെ അറിയുന്ന നമ്മളെ കുടുംബത്തിലുള്ള നമ്മളെ കാക്കനെ കേട്ടോ ഒരു കണ്ടിട്ടുണ്ട് കേട്ടോ. എത്താണ് എനിക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ഒന്ന് കാണിച്ചൂടെ എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ ചെമ്മീൻ ഇപ്പോൾ 2 ദിവസം മുന്നേ ചെമ്മീൻ കറി ഉണ്ടാക്കിയതൊക്കെ നമ്മൾ കാണിച്ച്. അപ്പോൾ എന്നും ചെമ്മീൻ കറി എന്നും സാമ്പാറൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മടുത്ത് പോകും, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പം തലേന്ന് ഉണ്ടാക്കിയ സാമ്പാറാണ് നമ്മൾ പിറ്റേന്ന് നമ്മൾ ഇഡ്ഡലിക്ക് കാണിച്ചതല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചൂടെ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഇപ്പോൾ
സാമ്പാറൊക്കെ അല്ല നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടു അതൊക്കെ ഈ മലപ്പുറം ജില്ല മൊത്തം എൻ്റെ വീഡിയോ ഒക്കെ അറിയാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ നമ്മൾ അപ്പം ഞാൻ പിന്നെ ഇനി വിചാരിച്ച് നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും എന്നും ഉണ്ടാക്കുമ്പോഴും അതൊക്കെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മൾ ചെമ്മീനൊക്കെ എന്താണ് കറിയൊക്കെ വെച്ച് തുടച്ച് അത് തുടയ്ക്കുന്ന വരെ ഒരു ദിവസമാണ് കേട്ടോ ഇത് പിറ്റേന്ന് ഉച്ചക്കത്തെ ഒരു ദിവസമാണ് കേട്ടോ നമ്മൾ ഉമ്മ വരുന്ന ദിവസമല്ലോ അതിൻ്റെ പിറ്റേന്നൊക്കത്തെ ഉച്ചക്കത്തെ ദിവസമാണ് കേട്ടോ അപ്പം നമ്മൾ അതൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ച് അപ്പം ഞാൻ ചെമ്മീനായാലും ഈ ചെറിയ ഈ ചിക്കനായാലും ഒക്കെ ചെറുതാക്കി മുറിച്ചിട്ട് പൊരിക്കുമ്പം അതിൽ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടുകൊണ്ട് നല്ലോണം നല്ല അടിപൊളിയാക്കിക്കാണ്ട് ഒരു മസാല ഉണ്ടാക്കും കേട്ടോ അപ്പം നല്ല രസം ഉണ്ടാവും ആ ചോറിന് വേറൊരു കറിൻ്റെ ഒരു ആവശ്യമേ ഇല്ല കേട്ടോ അപ്പോൾ ചെമ്മീനൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വരുമ്പം നമ്മളിതാ എന്താണ് അതിലേക്ക് തക്കാളിയും ഉള്ളിയും ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ ആദ്യം തന്നെ ഉള്ളിയാണ് ഇട്ട് കൊടുക്കൽ ഒന്നത് വാടി വരുമ്പം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കും കേട്ടോ പിന്നെ അതിലേക്ക് നമ്മളൊരു മുളകും പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ഇടൂല കേട്ടോ നമ്മൾ ആദ്യം മസാല പുരട്ടിയ ആ മുളകും മഞ്ഞളൊക്കെ തന്നെ ഇട്ടിടുള്ളൂ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളകും പൊടിയും പിന്നെ വേണമെങ്കിൽ ഗരം മസാല ചിക്കൻ മസാല ഒക്കെ ഒന്ന് വേണമെങ്കിൽ ഇടാം കേട്ടോ ഗരം മസാല ഞാൻ ഇടും ചിക്കൻ മസാല ഒക്കെ വേണ്ടിയവർക്കൊക്കെ ഇടുന്നാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ ചെമ്മീനിൽ ഇത്തിരി ചിക്കൻ മസാല ഇട്ട് വിചാരിച്ചിട്ടൊന്നും വരാൻ പോണില്ല കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുപോലെ നമ്മൾ കുറച്ച് ചെമ്മീനൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമല്ലോ അപ്പം കുറച്ചധികം മസാല ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചോറ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല അല്ലേ അപ്പോൾ അതാ നമ്മൾ ചെമ്മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞ ശേഷം ഉള്ളി ആദ്യം ഇട്ട് കൊടുത്ത് പിന്നെയും അതൊക്കെ ഒന്ന് വാടി വന്ന ശേഷം തക്കാളി ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് പച്ചമുളകാണ് കേട്ടോ വേണ്ടിയത് പച്ചമുളകൊക്കെ ഞാൻ എപ്പോഴും ഞാൻ 500 പച്ചമുളകാണ് കേട്ടോ വാങ്ങൽ അപ്പം ഇപ്രാവശ്യം പെരുന്നാൾക്ക് ഞാൻ 1 കിലോ പച്ചമുളക് വാങ്ങിയപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലമില്ലാണ്ട് അധികം പുറത്തേന് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അധികം പഴുത്തിട്ടും ഉണങ്ങിയിട്ടും ഒക്കെ ആയിട്ടോ ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ അധികം പുറത്ത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സ്ഥലമില്ലാത്തതുകൊണ്ട് അധികം പുറത്ത് തന്നെ കേട്ടോ അപ്പോൾ എല്ലാ പച്ചമുളകൊക്കെ പഴുത്തിട്ടുണ്ട് അപ്പോൾ പഴുത്ത മുളക് തന്നെ ഉണ്ട് നമ്മൾ അധികം കറിയിലിടൽ അപ്പോൾ അതാ നമ്മൾ കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ കുരുമുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഉച്ചക്ക് നമ്മൾ ചോറൊക്കെ തിന്ന് പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി മീൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചത് എന്തുകൊണ്ടാണെന്നറിയാം ഇന്ന് ഉമ്മാനെ ഡോക്ടറെ കാണിക്കാനുണ്ട് ഇനി അപ്പോൾ ഇന്നലത്തെ ചോറ് തന്നെയാണ് കേട്ടോ ഉച്ചക്ക് ഊറ്റിയത് അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് ചെയ്തത് തന്നെയാണ് നമ്മൾ ഉമ്മാനെ ഡോക്ടറെ കാണിക്കാൻ പോയാൽ രാവിലെ 7 മണിക്ക് ഇവിടുന്ന് പോയാൽ ഉച്ചക്ക് 1 മണി ഒക്കെ ഉണ്ട് നമ്മളിവിടെ എത്തണമെങ്കിൽ കാരണം ഓരോ ടെസ്റ്റുകൾ ഉണ്ടാവും എല്ലാ പ്രാവശ്യം അപ്പം ഭക്ഷണം കഴിക്കാതെ ഒരു ടെസ്റ്റ് ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ടൊരു ടെസ്റ്റ് ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തിന് നേരം വൈകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ തലേന്നേ നല്ലോണം തേങ്ങ അരച്ച ചെമ്മീൻ കറിയൊക്കെ വെച്ച് പിന്നെ ചോറൊക്കെ കുറച്ച് അധികം ഉണ്ടാക്കി പിന്നെ ഇതാ ചെമ്മീനൊക്കെ ഒന്ന് മസാല പുരട്ടി അവിടെ വെച്ച് അപ്പോൾ ഇന്നലെ നമ്മൾ പൊരിച്ചത് ചെമ്പാനയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇന്ന് ചെമ്മീൻ പൊരിച്ചതും ചെമ്മീൻ കറിയൊക്കെ ഉണ്ടോ അപ്പം നമ്മൾ ഇനി വിചാരിച്ചിക്കണ് എന്തുണ്ടാക്കുമ്പം എന്നും ഉണ്ടാക്കുന്ന സാധനമാണെങ്കിലും അതെന്നും കാണിക്കണം എന്ന് കേട്ടോ അപ്പം ചിലരൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചൂടേന്ന് നമ്മൾ വിചാരിക്കും എന്നും ഉണ്ടാക്കണതല്ലേ ഇതിപ്പോൾ എന്തിനാ എന്നും കാണിക്കണേന്ന് ഇനി മുതൽ ഇൻഷാ അല്ലാ എന്ത് സംഭവം സിമ്പിളായ സംഭവമായാലും ആർക്കും അറിയുന്ന സംഭവമാണെങ്കിലും അന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചിലർക്കൊന്നും അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇനി കാണിക്കാൻ വിചാരിച്ചത് അപ്പോൾ നമ്മളെ വീഡിയോ എത്രക്കുള്ളൂ കേട്ടോ.